ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ 2025 വായനാ ദിനവുമായി ബന്ധപ്പെട്ട് ക്വിസ് മത്സരത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണ്. നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോയിൽ പറയുന്നത് വായനാ ദിനവുമായി ബന്ധപ്പെട്ട ഏറ്റവും ബേസിക്കായ ചോദ്യങ്ങളാണ്. അതായത് ഏറ്റവും ബേസിക്കും എളുപ്പവുമുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വായനാ ദിനവുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ വീഡിയോ ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനിയുള്ള വീഡിയോസിൽ നമ്മൾ കുറച്ചധികം ക്വസ്റ്റ്യൻ്റെ നമ്പേഴ്സ് കൂട്ടുകയും അതേപോലെ കുറച്ച് ടഫായ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ വായനാ ദിനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ബേസിക് ആയ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓരോ ചോദ്യം വായിച്ച ശേഷവും നിങ്ങൾക്കൊരു 10 സെക്കൻഡ് ടൈമർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം അറിയാമെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അത് ടൈപ്പ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഒന്നുകൂടി മനസ്സിൽ ഉറയ്ക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചോദ്യങ്ങളൊന്നും മറന്നു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയില്ല. കുറേ കുട്ടികൾ ഓരോ ക്വിസ് മത്സരം കഴിഞ്ഞ ശേഷം ആ ചോദ്യത്തിൻ്റെ ഉത്തരം ടെൻഷൻ അടിച്ച് മറന്നുപോയി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ എല്ലാ വീഡിയോസിലും ഉള്ളതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്കായിട്ടൊരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. ബോണസ് ക്വസ്റ്റ്യൻ എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ വീഡിയോയിൽ അവസാനം നിങ്ങൾക്കായിട്ട് നൽകുന്നൊരു ചോദ്യമാണ് ബോണസ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ഉത്തരം ആരൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നുവോ അതിൽ കുറച്ച് പേരെ സെലക്ട് ചെയ്ത് നമ്മൾ വിന്നേഴ്സായി അടുത്ത വീഡിയോയിൽ പ്രഖ്യാപിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട് ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി നമുക്ക് നേരെ ഈ വീഡിയോയിലെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. വീഡിയോയിലെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. എന്നാണ് വായനാ ദിനം ആചരിക്കുന്നത്? വായനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ജൂൺ 19 തീയതിയാണ് വായനാ ദിനമായി ആചരിക്കുന്നത്. അതായത് റീഡിംഗ് ഡേ ആയി ആചരിക്കുന്നത് ജൂൺ 19 തീയതിയാണ്. ഇത് എളുപ്പമുള്ള ചോദ്യമാണ്, എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോയിലെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ആരുടെ ഓർമ്മയ്ക്കായിട്ടാണ് ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത്? PN പണിക്കർ. PN പണിക്കരുടെ ഓർമ്മയ്ക്കായിട്ടാണ് ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് PN പണിക്കർ. മൂന്നാമത്തെ ചോദ്യം, ജൂൺ 19 വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ്? ജൂൺ 19 വായനാ ദിനമാണെന്ന് മനസ്സിലായി എല്ലാവർക്കും. അപ്പോൾ എന്ന് മുതലാണ് ജൂൺ 19 വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്? 1996 മുതലാണ് ജൂൺ 19 വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്. മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് 1996. നാലാമത്തെ ചോദ്യവും എളുപ്പമുള്ള ചോദ്യമാണ്. ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്? PN പണിക്കരുടെ ചരമദിനമാണ് നമ്മൾ വായനാ ദിനമായി ആചരിക്കുന്നത്. നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം PN പണിക്കർ. അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. PN പണിക്കരുടെ മുഴുവൻ പേരെന്താണ്? PN പണിക്കരുടെ മുഴുവൻ പേരെന്ത്? പുതുവായിൽ നാരായണ പണിക്കർ എന്നാണ് PN പണിക്കരുടെ മുഴുവൻ പേര്. ഓർത്തുവെക്കുക, പുതുവായിൽ നാരായണ പണിക്കർ. ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. PN പണിക്കർ ജനിച്ചത് എവിടെയാണ്? PN പണിക്കരുടെ ജന്മസ്ഥലം എവിടെ? PN പണിക്കർ ജനിച്ചത് ആലപ്പുഴ ജില്ലയിലെ നീലംപേരൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അതായത് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം ആലപ്പുഴ ജില്ലയിലെ നീലംപേരൂർ ആണ്. വീഡിയോയിലെ ഏഴാമത്തെ ചോദ്യം, PN പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഏത് വർഷമാണ്? PN പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത് സ്റ്റാമ്പ് പുറത്തിറക്കിയിരുന്നു. അത് ഏത് വർഷമാണ്? 2004 ജൂൺ 19, അതായത് 2004 വായനാ ദിനത്തോടനുബന്ധിച്ചാണ് PN പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയത്. 2004 ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. വീഡിയോയിലെ എട്ടാമത്തെ ചോദ്യം, എഴുത്തച്ഛൻ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എഴുത്തച്ഛൻ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്?
മലപ്പുറം ജില്ലയിലെ തിരൂരിലെ തുഞ്ചൻ പറമ്പിലാണ് എഴുത്തച്ഛൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. അവിടെ പോയിട്ടുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. മലപ്പുറം ജില്ലയിലെ തിരൂരിലെ തുഞ്ചൻ പറമ്പിലാണ് എഴുത്തച്ഛൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. 9ാമത്തെ ചോദ്യം, കേരള വിദ്യാഭ്യാസ വകുപ്പ് വായനാ വാരമായി ആചരിക്കുന്നത് ജൂൺ 19 മുതൽ ഏത് ദിവസം വരെയാണ്? ജൂൺ 19 മുതൽ ജൂൺ 25-ാം തീയതി വരെയാണ് കേരള വിദ്യാഭ്യാസ വകുപ്പ് വായനാ ദിനത്തോടനുബന്ധിച്ച് വാരമായി ആചരിക്കുന്നത്. അതായത് ജൂൺ 19 മുതൽ ജൂൺ 25 വരെ. 10ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അൽ അമീൻ പത്രത്തിൻ്റെ പത്രാധിപർ ആരായിരുന്നു? അൽ അമീൻ എന്ന പത്രത്തിൻ്റെ പത്രാധിപർ ആര്? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ് അൽ അമീൻ എന്ന പത്രത്തിൻ്റെ പത്രാധിപൻ. 10ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. എന്താണ് അൽ അമീൻ എന്ന പത്രത്തിൻ്റെ പ്രത്യേകത എന്ന് നോക്കാം. പണ്ട് ഇന്ത്യയുടെ ഫ്രീഡം സ്ട്രഗിളിൻ്റെ സമയത്ത് ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾസിനെ സപ്പോർട്ട് ചെയ്ത് വാർത്ത എഴുതിയിരുന്ന ഒരു പത്രമായിരുന്നു അൽ അമീൻ. ഇത് കൂടുതലായും ഉണ്ടായിരുന്നത് മലബാർ റീജിയനിലാണ്. അതുകൊണ്ടാണ് ഈ പത്രം ഇത്രയേറെ സ്പെഷ്യലായിരിക്കുന്നത്. അപ്പോൾ അൽ അമീൻ എന്ന പത്രത്തിൻ്റെ പ്രത്യേകതയും ഇപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ പത്രാധിപനെയും പറ്റി പഠിച്ചിട്ടുണ്ട്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ് അൽ അമീൻ എന്ന പത്രത്തിൻ്റെ പത്രാധിപൻ. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 11ാമത്തെ ചോദ്യം, കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം എന്താണ്? കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം സാഹിത്യലോകമാണ്. 11ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സാഹിത്യലോകം. 12ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒരു ഫേമസ് ആയ ചോദ്യമാണ്. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസ്സല്ലോ സുഖപ്രദം. ആരുടെ വരികളാണിത്? നിങ്ങളിത് പലയിടത്തും കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയുള്ള വരികളാണ്. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസ്സല്ലോ സുഖപ്രദം. ഇത് അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ വാക്കുകളാണ്, അഥവാ വരികളാണ്. 11ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അക്കിത്തം അച്യുതൻ നമ്പൂതിരി. 12ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കേരളത്തിൻ്റെ ഭരണഭാഷ ഏതാണ്? കേരളത്തിൻ്റെ ഭരണഭാഷ ഏത്? കേരളത്തിൻ്റെ ഭരണഭാഷ മലയാള ഭാഷയാണ്. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. അതായത് കേരളത്തിൻ്റെ ഭരണഭാഷ നമ്മുടെ മാതൃഭാഷയായ മലയാളം തന്നെയാണ്. 13ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ലോകത്തിലെ പ്രാചീന സാഹിത്യം എന്നറിയപ്പെടുന്നത് ഏതാണ്? അതായത് നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രാചീനമായ സാഹിത്യം ഏത് സാഹിത്യമാണ്? ഗ്രീക്ക് സാഹിത്യമാണ് നമ്മുടെ ലോകത്തിലെ ഏറ്റവും പ്രാചീനമായ സാഹിത്യം എന്ന പേരിൽ അറിയപ്പെടുന്നത്. 13ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഗ്രീക്ക് സാഹിത്യം. വീഡിയോയിലെ 14ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യ എൻ്റെ രാജ്യം, എൻ്റെ സ്വന്തം രാജ്യം എന്ന് തുടങ്ങുന്ന കവിത രചിച്ചത് ആരാണ്? വളരെ പ്രശസ്തമായ കവിതയാണിത്. ഇതാരാണ് രചിച്ചത്? ഇന്ത്യ എൻ്റെ രാജ്യം, എൻ്റെ സ്വന്തം രാജ്യം എന്ന് തുടങ്ങുന്ന കവിത രചിച്ചത് ചെമ്മനം ചാക്കോയാണ്. 14ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ചെമ്മനം ചാക്കോ. ഇനി ഈ വീഡിയോയിലെ 15ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഈ ചോദ്യം കഴിഞ്ഞാൽ ഉടൻ തന്നെ ബോണസ് ചോദ്യമാണ്. 15ാമത്തെ ചോദ്യം ഇതാണ്. നീർമാതളം പൂത്ത കാലം എന്ന കൃതി എഴുതിയതാരാണ്? മലയാള ഭാഷയിലെ തന്നെ വളരെ പ്രശസ്തമായൊരു കൃതിയാണ് നീർമാതളം പൂത്ത കാലം. അത് രചിച്ചിരിക്കുന്നത് മാധവിക്കുട്ടിയാണ്. 15ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മാധവിക്കുട്ടി. ഇനി നമുക്ക് നേരെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം വായിച്ച ഉടൻ തന്നെ ഉത്തരമറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക. ഇനി നമുക്ക് ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്. ചിത്രയോഗം എന്ന മഹാകാവ്യം എഴുതിയത് ആരാണ്? ഉത്തരമറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക. ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത്.
നിർബന്ധമായും ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരവും അതുപോലെ തന്നെ ഈ ഒരു ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നേഴ്സിനെയും നമ്മൾ അടുത്ത വീഡിയോയിൽ പ്രഖ്യാപിക്കുന്നതാണ്. എല്ലാവരും അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. വീഡിയോസ് എല്ലാം പെട്ടെന്ന് ലഭിക്കുവാനായി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതുകൂടാതെ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വെറും 15 ചോദ്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. വായനാ ദിനവുമായി ബന്ധപ്പെട്ട ഏറ്റവും ബേസിക് ആയ കാര്യങ്ങൾ കൂടി നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ഈ 15 ചോദ്യങ്ങളും നിങ്ങൾ വേറൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാതെ ഇന്ന് തന്നെ പഠിക്കുക. കുറേ കുട്ടികൾ ഉത്തരം മറന്നുപോയി എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ക്വിസ് മത്സരം നടക്കുമ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ അടിച്ച് ഉത്തരം മറന്നു പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും തറവായി തന്നെ പഠിക്കുക. അപ്പോൾ മറക്കരുത്, ഈ 15 ചോദ്യങ്ങൾ ഇന്ന് തന്നെ നിങ്ങൾ പഠിച്ചു വെക്കുക. നാളെയൊക്കെ ഇത്തരത്തിലുള്ള ബേസിക് ചോദ്യങ്ങൾ റിവൈസ് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.